അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വെറുമൊരു വീഡിയോ കാണാനല്ല, ഒരൊറ്റ നിമിഷം കൊണ്ട് തീർന്നു പോകുന്ന ഏതാനും കാഴ്ചകൾക്ക് വേണ്ടിയുമല്ല, മറിച്ച് കാലങ്ങളായി നമ്മൾ മറന്നുപോയ ഒരു വലിയ സത്യത്തെ വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തിൻ്റെ തിരക്കുകൾക്കും ബഹളങ്ങൾക്കുമിടയിൽപ്പെട്ട് എപ്പോഴോ ശ്വാസം മുട്ടിപ്പോയ, ക്ഷീണിച്ചുപോയ നിങ്ങളുടെ ഹൃദയം ഇന്ന് ഒരു നിമിഷത്തേക്ക് തൻ്റെ യഥാർത്ഥ അഭയകേന്ദ്രത്തിലേക്ക്, അതിൻ്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാണ്. നിങ്ങളോട് ഞാനൊരു ചെറിയ കഥ പറയട്ടെ. ഒരിക്കൽ ഒരു ദർവീഷ് തൻ്റെ ശിഷ്യനോട് ചോദിച്ചു, മകനെ, നിന്റെ ഹൃദയം എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഭാരമുള്ളതായി തീർന്നിരിക്കുന്നത്? ശിഷ്യൻ വളരെ സങ്കടത്തോടെ മറുപടി പറഞ്ഞു, ഗുരുവേ, ഞാൻ സമാധാനത്തിനായി ഒരുപാട് ശ്രമിച്ചു, ഒട്ടനവധി പുസ്തകങ്ങൾ വായിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ആരാധനകളിൽ മുഴുകി, എന്നിട്ടും എനിക്കെന്തോ ഉള്ളിൽ ആ ശാന്തത മാത്രം ലഭിക്കുന്നില്ല. അപ്പോൾ ആ ദർവീഷ് അവനെ കൂട്ടി വർഷങ്ങളായി ഒരു മൂലയിൽ പൊടിപിടിച്ച് കിടന്നിരുന്ന ഒരു പഴയ കണ്ണാടിയുടെ മുന്നിലേക്ക് നടന്നു. അതിൻ്റെ ആ മങ്ങലിലേക്ക് നോക്കി ശിഷ്യൻ പതുക്കെ തൻ്റെ കൈകൾ കൊണ്ട് ആ പൊടിപടലങ്ങൾ ഒന്ന് തുടച്ചുമാറ്റി. പെട്ടെന്ന് ആ കണ്ണാടിയിൽ അവൻ്റെ സ്വന്തം മുഖം പ്രകാശത്തോടെ തെളിഞ്ഞു വന്നു. അപ്പോൾ ആ ദർവീഷ് സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ, കണ്ണാടി പുതിയതൊന്നുമായി മാറിയതുകൊണ്ടല്ല നീ ഇപ്പോൾ നിന്നെ കാണുന്നത്, മറിച്ച് അതിൽ മൂടിക്കിടന്ന പൊടിപടലങ്ങൾ നീങ്ങിയതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയവും ഇതുപോലെ തന്നെയാണ്. നമ്മളിൽ നിന്ന് സമാധാനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ആഴങ്ങളെ ശ്രദ്ധിക്കാൻ മറന്നുപോയതാണ്. ഈ ദുനിയാവ് നമ്മെ ഒരുപാട് ക്ഷീണിപ്പിച്ച് കളഞ്ഞു. ചെറുതും വലുതുമായ പാപങ്ങൾ ആ ഹൃദയമാകുന്ന കണ്ണാടിയെ ഒട്ടാകെ മങ്ങിച്ചു കളഞ്ഞു. ചുറ്റുമുള്ള ശ്രദ്ധാതിരിവുകൾ നമ്മുടെ ആത്മാവിനെ വെറും ശബ്ദങ്ങളിൽ മുക്കിക്കളഞ്ഞു. എന്നാൽ ഓർക്കുക, ഇന്നും നിങ്ങൾക്കായി ഒരു വാതിൽ മാത്രം കൊട്ടിയടയ്ക്കപ്പെടാതെ തുറന്നുകിടപ്പുണ്ട്. അതാണ് റഹ്മാനായ അല്ലാഹുവിലേക്കുള്ള മടങ്ങിവരവിൻ്റെ വാതിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ശീലത്തെക്കുറിച്ചല്ല, നിങ്ങളുടെ ചിന്തകളെയും വിധിയെപ്പോലും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ ആത്മീയ യാത്രയെക്കുറിച്ചാണ്. മൗലാന റൂമി പാടിയതുപോലെ, നീ ഈ മഹാസമുദ്രത്തിലെ വെറുമൊരു തുള്ളി വെള്ളമല്ല, മറിച്ച് ഒരു ചെറിയ തുള്ളി വെള്ളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന മുഴുവൻ സമുദ്രവുമാണ് നീ. ആ സമുദ്രത്തെ ഉള്ളിൽ നിന്ന് തൊട്ടുണർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കരുത്, നിങ്ങളുടെ ആത്മാവ് കൊണ്ട് കേൾക്കൂ. കാരണം ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷമായിരിക്കാം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തകാലത്തിലേക്കുള്ള ഒരു പുതിയ തുടക്കം. 1. ഉള്ളിലെ കണ്ണാടി വൃത്തിയാക്കുക. ജീവിതം ഒരിക്കലും പുറത്തുനിന്നല്ല മാറിത്തുടങ്ങുന്നത്, അത് ഉള്ളിൽ നിന്നാണ് മാറുന്നത് എന്ന കാലാതീതമായ ഒരു സത്യം റൂമി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, ഇന്നലെ ഞാൻ മിടുക്കനായിരുന്നു, അതിനാൽ ഞാൻ ലോകത്തെ മാറ്റാൻ ആഗ്രഹിച്ചു. ഇന്ന് ഞാൻ ജ്ഞാനിയാണ്, അതിനാൽ ഞാൻ എന്നെ തന്നെ മാറ്റാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതും പ്രതികരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതുമെല്ലാം കടന്നുപോകുന്നത് ഒറ്റയൊരറയിലൂടെയാണ്. അതാണ് നിങ്ങളുടെ ഹൃദയം. ആ ഹൃദയം ഇരുണ്ടതാണെങ്കിൽ ജീവിതവും ഇരുണ്ടതായി തോന്നും. ആ ഹൃദയത്തിന് അസ്വസ്ഥതയുണ്ടെങ്കിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ പോലും ഒരു ഭാരമായി തോന്നും. ആ ഹൃദയം അല്ലാഹുവിൽ നിന്ന് അകലെയാണെങ്കിൽ എല്ലാ പരിഹാരങ്ങളും വളരെ ദൂരെയുള്ളതായി തോന്നും. എന്നാൽ ഹൃദയം ചെറുതെങ്കിലും ശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങുന്ന നിമിഷം ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. നിങ്ങളുടെ ഹൃദയത്തെ ഒരു കണ്ണാടി പോലെ സങ്കൽപ്പിക്കുക. വർഷങ്ങളായി അതിൽ പൊടി പടർന്നിട്ടുണ്ടാകാം. പാപങ്ങളുടെ, വേദനകളുടെ, ശ്രദ്ധാതിരിവുകളുടെ, അഹങ്കാരത്തിൻ്റെ, ദുരാമോഹങ്ങളുടെ പൊടിപടലങ്ങൾ. സൂര്യൻ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കണ്ണാടിയിലെ മങ്ങൽ കാരണം ആ വെളിച്ചത്തിന് ഉള്ളിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ആ കണ്ണാടിയിലെ ചെറിയൊരു ഭാഗമെങ്കിലും നിങ്ങൾ തുടച്ചു മാറ്റുന്ന നിമിഷം വെളിച്ചം ഉള്ളിലേക്ക് ഇരച്ചു കയറും. ലോകം മാറിയതുകൊണ്ടല്ല, മറിച്ച് ഹൃദയത്തിന് അത് കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ജീവിതം വ്യത്യസ്തമായി തോന്നുന്നത്. ബാഹ്യമായ പ്രയത്നങ്ങൾക്കോ സമ്പത്തിനോ സ്വയം സഹായ വിദ്യകൾക്കോ വിജയത്തിനോ ബന്ധങ്ങൾക്കോ ഒന്നും തന്നെ ഹൃദയം കഠിനമായിരിക്കുമ്പോൾ സമാധാനം നൽകാൻ കഴിയില്ല. നിങ്ങൾക്ക് നഗരങ്ങൾ മാറാം, മനുഷ്യരെ മാറ്റാം, സ്വപ്നങ്ങൾക്ക് പുറകെ ഓടാം. എന്നാൽ ഉള്ളിലെ കണ്ണാടി തകർന്നിരിക്കുകയാണെങ്കിൽ അതിൽ തെളിയുന്ന പ്രതിബിംബവും വികൃതമായിരിക്കും. അതുകൊണ്ട് മാറ്റം ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്.
ദിവസവും ചെറിയൊരു നിമിഷത്തിൽ നിന്നത് തുടങ്ങുക. ഒരു നിമിഷത്തെ ആത്മാർത്ഥമായ ശ്വാസമെടുക്കൽ, ഫജറിന് മുൻപുള്ള ഒരു ചെറിയ ഇടവേള, അല്ലെങ്കിൽ നാവിൽ നിന്ന് മാത്രമല്ല നെഞ്ചിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഒരു ചെറിയ മന്ത്രണം അസ്തഗ്ഫിറുല്ലാഹ് എന്നതായിരിക്കാം. സ്വയം ചോദിക്കുക, ഞാൻ ഇനിയും ഒഴുക്കിക്കളയാതെ ഹൃദയത്തിൽ ചുമന്നു നടക്കുന്ന ഭാരങ്ങൾ എന്തൊക്കെയാണ്? അഹങ്കാരത്തിൻ്റെയോ അസ്വസ്ഥതയുടെയോ വേദനയുടെയോ ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഒരുപാട് കാലമായി ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് എനിക്കതിൽ നിന്ന് ചെറിയൊരു ഭാഗമെങ്കിലും വൃത്തിയാക്കാൻ കഴിയുമോ? 2. നിശബ്ദതയുടെ മന്ത്രണം. ഇന്നത്തെ ലോകം ഫോണുകളുടെയും സംഭാഷണങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ശ്രദ്ധാതിരിവുകളുടെയും ബഹളങ്ങൾ നിറഞ്ഞൊരു കൊടുങ്കാറ്റാണ്. നമുക്ക് ചുറ്റും ഒരുപാട് ശബ്ദങ്ങളുണ്ട്. എന്നാൽ അതിൽ വളരെ കുറച്ച് ശബ്ദങ്ങൾ മാത്രമേ നമ്മുടെ ആത്മാവിൻ്റേതായിട്ടുള്ളൂ. റൂമി മനോഹരമായി പറഞ്ഞിട്ടുണ്ട്, നിശബ്ദതയാണ് പടച്ചവൻ്റെ ഭാഷ, ബാക്കിയുള്ളതെല്ലാം വെറും മോശം വിവർത്തനങ്ങൾ മാത്രമാണ്. നിശബ്ദത എന്നാൽ ശൂന്യതയല്ല, മറിച്ച് സത്യം സംസാരിച്ചു തുടങ്ങുന്ന ഇടമാണത്. നാവ് നിശ്ചലമാകുമ്പോൾ, ചിന്തകൾക്ക് വേഗത കുറയുമ്പോൾ, അഹങ്കാരം ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് നിർത്തുമ്പോൾ, ഹൃദയത്തിന് ചിന്തിക്കാനും അനുഭവിക്കാനും സ്വീകരിക്കാനുമുള്ള ഇടം ലഭിക്കുന്നു. നിശബ്ദതയിലാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നത്. വർഷങ്ങളായി നിങ്ങൾ അവഗണിച്ച ആത്മാവിൻ്റെ മന്ത്രണങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് നിശബ്ദതയിലാണ്. പരുഷമോ നാടകീയമോ അല്ലാത്ത, എന്നാൽ തികച്ചും യാഥാർത്ഥ്യമായ ദിവ്യമായ വ്യക്തത ഒരു കുളിർക്കാറ്റ് പോലെ വന്നു ചേരുന്നത് നിശബ്ദതയിലാണ്. ഭൂരിഭാഗം ആളുകളും നിശബ്ദതയെ ഭയപ്പെടുന്നു. കാരണം അതവർ ഉള്ളിൽ കുഴിച്ചുമൂടിയ കാര്യങ്ങളെ, പശ്ചാത്താപം, മുറിവുകൾ, അരക്ഷിതാവസ്ഥകൾ, ആത്മീയമായ വിശപ്പ്, അല്ലാഹുവുമായുള്ള അകൽച്ച എന്നിവയെ അവർക്ക് മുന്നിൽ കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് തങ്ങളെ അഭിമുഖീകരിക്കാൻ ഒഴിവാക്കാൻ അവർ എപ്പോഴും തിരക്കുകളിലും ബഹളങ്ങളിലും വിനോദങ്ങളിലും മുഴുകിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ വിസമ്മതിക്കുന്ന ഒന്നിനെ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ കഴിയില്ല. ശബ്ദക്കടലിൽ മുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് സത്യത്തെ കണ്ടെത്താൻ കഴിയില്ല. ദിവസവും ഒരു 5 മിനിറ്റ് സംസാരിക്കാതെ, ഫോൺ നോക്കാതെ, ഒന്നിനെക്കുറിച്ചും പ്ലാൻ ചെയ്യാതെ വെറുതെ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശ്വാസത്തോടും ഹൃദയത്തോടും നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തോടുമൊപ്പം വെറുതെ ഇരിക്കുക. ആദ്യം മനസ്സ് പല വഴിക്ക് പായും. ചിന്തകൾ തിരമാലകൾ പോലെ നിങ്ങളെ വലിച്ചുകൊണ്ടുപോകും. എങ്കിലും അവിടെ തന്നെ തുടരുക. ആ കൊടുങ്കാറ്റടങ്ങുന്നതുവരെ കാത്തിരിക്കുക. കാരണം ആ ബഹളങ്ങൾക്കപ്പുറത്ത് അല്ലാഹു വിവേചവും ക്ഷമയും വെളിച്ചവും കരുതി വച്ചിരിക്കുന്ന ഒരു ശാന്തമായ ഇടമുണ്ട്. നിശബ്ദത എന്നത് നിഷ്ക്രിയമായ ഒന്നല്ല, അത് വളരെ സജീവമായ ഒന്നാണ്. അതൊരു ശുദ്ധീകരണമാണ്, മൂർച്ചകൂട്ടലാണ്, വാക്കുകൾക്ക് മാത്രം നൽകാൻ കഴിയാത്ത ജ്ഞാനത്തിലേക്കുള്ള വാതിലാണ്. നിശബ്ദതയിൽ ശ്രദ്ധാതിരിവുകളുടെ മൂടുപടങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീഴുന്നു. നിങ്ങളുടെ പ്രിമുണിക്രമങ്ങൾ തനിയെ ക്രമീകരിക്കപ്പെടുന്നു. അഹങ്കാരം ഇല്ലാതാകുന്നു. ഹൃദയമുണരുന്നു. ആ ഉണർവിൽ നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ ഉത്തരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നു. സംസാരിക്കാതെ തന്നെ അല്ലാഹുവിൻ്റെ സാമീപ്യം അനുഭവിക്കപ്പെടുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ അറിയാൻ തുടങ്ങുന്നു. ഇതാണ് 2ാമത്തെ ശീലം. ദിവസവും നിങ്ങളുടെ ആത്മാവിന് നിശബ്ദത സമ്മാനിക്കുക. അത് ശബ്ദമില്ലായ്മയല്ല, മറിച്ച് ആത്മീയമായ ഉണർവിൻ്റെ സാന്നിധ്യമാണ്. റൂമി ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി കൂട്ടുക, ശബ്ദത്തിനല്ല. കാരണം മഴ പെയ്യുമ്പോഴാണ് പൂക്കൾ വിരിയുന്നത്, ഇടിമിന്നൽ ഉണ്ടാകുമ്പോഴല്ല. 3. പ്രേമപൂർവമായ സ്മരണം. ദിക്ർ എന്നത് വെറുമൊരു ആചാരമല്ല, അത് ആത്മാവും അതിൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള പ്രണയബന്ധമാണ്. ഓരോ ഹൃദയവും ഒരു പക്ഷി പോലെയാണ്. റൂമി പലപ്പോഴും ആത്മാവിനെ ഒരു കൂടിലിട്ട പക്ഷിയോട് ഉപമിക്കാറുണ്ട്. ദിക്ർ ഇല്ലെങ്കിൽ അത് അസ്വസ്ഥമായ ആഗ്രഹങ്ങളിൽ നിന്നും വേവലാതികളിലേക്കും ശ്രദ്ധാതിരിവുകളിലേക്കും പാറി നടക്കും. എന്നാൽ നാവ് അല്ലാഹുവിനെ ഓർക്കുമ്പോൾ, ഹൃദയം അവൻ്റെ സാമീപ്യം തിരിച്ചറിയുമ്പോൾ, ആത്മാവിൻ്റെ ചിറകുകൾ ഒടുവിൽ ശാന്തമാകുന്നു. സമാധാനമുണ്ടാകുന്നത് ജീവിതത്തെ നിയന്ത്രിക്കുന്നതിലൂടെയല്ല, മറിച്ച് അതിനെ നിയന്ത്രിക്കുന്നവനെ ഓർക്കുന്നതിലൂടെയാണ്. പലരും സിക്ർ ചൊല്ലാറുണ്ട്, എന്നാൽ കുറച്ചുപേർ മാത്രമേ അത് ജീവിക്കാറുള്ളൂ. സിക്ർ എന്നാൽ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കുകൾ മാത്രമല്ല. സിക്ർ എന്നാൽ ആ നിമിഷത്തിലെ പൂർണ്ണമായ സാന്നിധ്യമാണ്, ആത്മീയമായ ഉണർവാണ്. അവൻ ഇപ്പോഴും എന്നോടൊപ്പമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒന്ന് പോസ് ചെയ്യുന്ന നിമിഷമാണത്. പതുക്കെ ചൊല്ലുക, ശ്വാസത്തെ അതിനോട് ചേർത്തു നിർത്തുക. വരണ്ട ഭൂമിയിലേക്ക് പെയ്യുന്ന മഴത്തുള്ളികൾ പോലെ ഓരോ വാക്കും നിങ്ങളുടെ നെഞ്ചിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. ഹൃദയം പ്രതികരിക്കുന്നതുവരെ അല്ലാഹ് എന്ന് വിളിക്കുക. ഭാരം കുറയുന്നതുപോലെ തോന്നുന്നതുവരെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുക. നിങ്ങൾ പണ്ട് ശ്രദ്ധിക്കാതിരുന്ന ഇടങ്ങളിൽ പോലും ഭംഗി കാണാൻ കഴിയുന്നതുവരെ സുബ്ഹാനല്ലാഹ് എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുക.
5 മിനിറ്റത്തെ ആത്മാർത്ഥമായ സ്മരണയ്ക്ക് പോലും നിങ്ങളുടെ ഒരു ദിവസത്തെ ആകെ മാനസികാവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിയും. കല്ലുകൾ ഉരസി മിനുസപ്പെടുത്തുന്നതുപോലെ സിക്ർ ഹൃദയത്തെ ശുദ്ധീകരിക്കും. ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഹൃദയം തുരുമ്പിച്ചതും ഭാരമുള്ളതുമായി മാറും. എന്നാൽ സിക്റിലൂടെ ആ തുരുമ്പില്ലാതാകുന്നു. ഹൃദയമാകുന്ന കണ്ണാടി തെളിഞ്ഞു വരുന്നു. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയം എന്താണ് പ്രതിഫലിപ്പിക്കുന്നത്? വെളിച്ചം, വ്യക്തത, സാമീപ്യം. സിക്ർ എന്നത് വെറും ഒരു ചടങ്ങല്ല, അത് ആത്മാവിനുള്ള അമൃതമാണ്. ഒരു ദിവസം അത് മുടങ്ങിയാൽ ഒരുപക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചെന്ന് വരില്ല. ഒരു വാരം മുടങ്ങിയാൽ ഹൃദയത്തിന് ദാഹം തോന്നി തുടങ്ങും. ഒരു മാസം മുടങ്ങിയാൽ ജീവിതം തന്നെ ശൂന്യമായി തോന്നും. ഈ ദൈനംദിന ശീലം വളരെ ലളിതവും എന്നാൽ ശക്തവുമാണ്. നിങ്ങളുടെ ഓരോ ശ്വാസത്തോടൊപ്പമും ആ സ്മരണയും ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഓരോ ചുവടിലും ആ ഓർമ്മ കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കട്ടെ. ലോകം ഭാരമുള്ളതായി തോന്നുമ്പോൾ സിക്റിലേക്ക് മടങ്ങുക. മനസ്സ് തളരുമ്പോൾ സിക്റിലേക്ക് മടങ്ങുക. വഴി നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ വീണ്ടും സിക്റിലേക്ക് തന്നെ മടങ്ങുക. കാരണം നിങ്ങൾ അള്ളാഹുവെ ഓർക്കുമ്പോഴൊക്കെ അള്ളാഹുവും നിങ്ങളെയും ഓർക്കുന്നു. പ്രപഞ്ചനാഥൻ ഒരു ഹൃദയത്തെ ഓർക്കുമ്പോൾ ആ ഹൃദയത്തിന് പിന്നെ ഒരിക്കലും പഴയതുപോലെ തുടരാനാകില്ല. സിക്റാണ് നിങ്ങളുടെ ആങ്കർ, കൊടുങ്കാട്ടിലെ ശാന്തത, നിങ്ങളുടെ ആത്മാവിൻ്റെ യഥാർത്ഥ സംഗീതം. 4. മുറിവുകളെ പ്രകാശമാക്കുക. റൂമിയുടെ ഏറ്റവും പ്രശസ്തമായൊരു വചനമുണ്ട്: മുറിവുകളിലൂടെയാണ് പ്രകാശം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അറിവെന്നതൊരു വെളിച്ചമാണ്. എന്നാൽ മനുഷ്യനതനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ ആ വെളിച്ചം ഉള്ളിൽ തന്നെ തടവിലാക്കപ്പെടും. ഒരാൾ 100 കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, വലിയ ജ്ഞാനങ്ങൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ടാകാം, ആഴമേറിയ ആത്മീയ സത്യങ്ങൾ സംസാരിച്ചുണ്ടാകാം. എങ്കിലും അയാൾക്കുള്ളിൽ ശൂന്യതയും അസ്വസ്ഥതയും മാറ്റമില്ലായ്മയും അനുഭവപ്പെട്ടേക്കാം. എന്തുകൊണ്ട്? കാരണം വെറുമൊരു വിവരം ശേഖരിക്കൽ കൊണ്ട് ജീവിത പരിവർത്തനം ഉണ്ടാകില്ല. അറിയുക എന്ന് വെച്ചാൽ അതായി മാറുകയെന്നല്ല. കേൾക്കുക എന്നാൽ ആ വഴിയിലൂടെ നടക്കുകയുമല്ല. ജ്ഞാനം ചുമന്നു നടക്കുന്നതും അത് ജീവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു ഇരുണ്ട മുറിയിലെ വിളക്ക് അത് കത്തിക്കുന്നതുവരെ യാതൊരു പ്രയോജനവും ചെയ്യില്ല. അതുപോലെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചു വയ്ക്കുന്ന അറിവ് ഒരാത്മീയ ഭാരമായി മാറും. ഹൃദയം അറിയുന്ന കാര്യങ്ങളെ കാലുകൾ പിന്തുടരുമ്പോൾ മാത്രമേ യഥാർത്ഥ ജ്ഞാനം വിരിയുകയുള്ളൂ. ക്ഷമയാണ് സമാധാനം നൽകുന്നത് എന്ന് നമ്മൾ എത്ര തവണ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ബഹളം വിളിക്കുകയും തർക്കിക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്നു. പരദൂഷണം ഹൃദയങ്ങളെ തകർക്കുമെന്ന് നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ വളരെ നിസ്സാരമായി അതിൽ പങ്കുചേരുന്നു. പ്രാർത്ഥനയുടെ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ടും നമ്മൾ അത് വൈകിക്കുകയും വേഗത്തിൽ തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നമുക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ടല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്, മറിച്ച് അത് പ്രായോഗികമാക്കാൻ പരാജയപ്പെടുന്നത് കൊണ്ടാണ്. ആത്മാർത്ഥമുള്ള ഒരു ചെറിയ പ്രവൃത്തി പ്രയോഗിക്കാത്ത വലിയ അറിവുകളുടെ സമുദ്രത്തേക്കാൾ ശക്തമാണ്. ആത്മീയ സാന്നിധ്യത്തോടെയുള്ള 1 മിനിറ്റിലെ സിക്ർ ചിന്തയില്ലാതെ മണിക്കൂറുകളോളം വായിക്കുന്നതിനേക്കാൾ മൂല്യമുള്ളതാണ്. ഒരൊറ്റ മാപ്പ് നൽകൽ കാരുണ്യത്തെക്കുറിച്ചുള്ള 1000 പേജുകൾ വായിക്കുന്നതിനേക്കാൾ മാറ്റം വരുത്തും. 1 മിനിറ്റ് ദൃഷ്ടി താഴ്ത്തുന്നത് എളിമയെക്കുറിച്ചുള്ള അനന്ത സംസാരങ്ങളെക്കാൾ ഹൃദയത്തെ ശുദ്ധീകരിക്കും. ജ്ഞാനം തെളിയേണ്ടത് പെരുമാറ്റത്തിലാണ്, ഓർമ്മശക്തിയിലല്ല. സത്യം കേൾക്കുമ്പോഴല്ല, അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഹൃദയം വികസിക്കുന്നത്. യഥാർത്ഥ ജ്ഞാനാന്വേഷികൾ ബുദ്ധിമാനായി നടക്കാൻ വേണ്ടിയല്ല അറിവ് തേടുന്നത്. അവർ തങ്ങളുടെ സ്വഭാവത്തെ മൃദുലമാക്കാനും സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും വേണ്ടിയാണ് അത് തേടുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ എന്തെങ്കിലും ഒരു പാഠം, ഒരു ചിന്ത, ഒരായത്ത് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ പഠിക്കുന്നുണ്ടാകാം. എന്നാൽ ചോദ്യം ഇതാണ്: ഇന്ന് നിങ്ങൾ അതിൽ ഏതാണ് ജീവിക്കാൻ പോകുന്നത്? ഒരു ചെറിയ പ്രവൃത്തിയിൽ നിന്ന് തുടങ്ങുക. ഒരൊറ്റ ഒന്നിൽ നിന്ന്. കൃതജ്ഞതയെക്കുറിച്ചാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ പൂർണ്ണമായ ആത്മാർത്ഥതയോടെ അൽഹംദുലില്ലാ എന്ന് പറയുക. ക്ഷമയെക്കുറിച്ചാണ് പഠിച്ചതെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഒരു തവണ നാവിനെ നിയന്ത്രിക്കുക. ആത്മീയ സാന്നിധ്യത്തെക്കുറിച്ചാണ് പഠിച്ചതെങ്കിൽ ഒരൊറ്റ സ്വലാത്ത് വളരെ ശ്രദ്ധയോടെ പതുക്കെ ചൊല്ലുക. മാറ്റങ്ങളുണ്ടാകുന്നത് വലിയ പ്രവൃത്തികളിലൂടെയല്ല, അത് തുടർച്ചയായ പ്രയോഗത്തിലൂടെയാണ്. അറിവെന്നത് വിത്തും പ്രവൃത്തി എന്നത് മഴയുമാണ്. മഴയില്ലെങ്കിൽ വിത്ത് മണ്ണിൽ തന്നെ കിടക്കും. അതിനുള്ളിൽ വലിയ സാധ്യതകൾ ഉണ്ടാകാമെങ്കിലും അതൊരിക്കലും ജീവൻ വയ്ക്കില്ല. അതുകൊണ്ട് ഇതൊരു ഡെയിലി ഹാബിറ്റ് ആക്കുക. വെറുതെ പഠിക്കുക മാത്രമല്ല, അത് പരിശീലിക്കുക. വെറുതെ അറിയുക മാത്രമല്ല, അതായി മാറുക. അറിവ് ഹൃദയത്തിൽ പ്രവേശിച്ച് ശരീരത്തെ ചലിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. സ്നേഹത്തിൻ്റെ ഉദ്ദേശ്യം. എല്ലാ പ്രവൃത്തികൾക്കും 2 തലങ്ങളുണ്ട്: ബാഹ്യമായ രൂപവും ആന്തരികമായ അർത്ഥവും.
റൂമി ഇതിനെ രസതന്ത്രമെന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. സാധാരണമായ ഒന്നിനെ സ്വർണമാക്കി മാറ്റുന്ന വിദ്യ. ഒരാൾ വെള്ളം കുടിക്കുന്നു, അത് അയാളുടെ ദാഹം മാറ്റുന്നതിനപ്പുറം മറ്റൊന്നുമാകുന്നില്ല. എന്നാൽ മറ്റൊരാൾ അതേ വെള്ളം കുടിക്കുന്നത് അള്ളാഹു തന്നെ ഏൽപ്പിച്ച ഈ ശരീരത്തെ ആദരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ ആ ലളിതമായ പ്രവൃത്തി ഒരാരാധനയായി മാറുന്നു. പ്രവൃത്തി ഒന്നുതന്നെയാണ്, എന്നാൽ അതിൻ്റെ ആത്മീയ മൂല്യം തികച്ചും വ്യത്യസ്തമാണ്. ആ വ്യത്യാസമാണ് നീയത്ത് അഥവാ ഉദ്ദേശ്യം. ഉദ്ദേശ്യമാണ് പ്രവൃത്തികൾക്ക് ജീവൻ നൽകുന്നത്. അത് ആരാധനകളുടെ ആത്മാവാണ്. ഉദ്ദേശ്യമില്ലെങ്കിൽ പ്രാർത്ഥനകൾ വെറുമൊരു ചലന മാത്രമായി മാറും. എന്നാൽ ശുദ്ധമായ ഉദ്ദേശത്തോടെയാണെങ്കിൽ നിങ്ങളുടെ നിശബ്ദത പോലും ആരാധനയായി മാറും. റമദാൻ, ജുമുഅ തുടങ്ങിയ വലിയ നിമിഷങ്ങൾക്കായി നമ്മൾ പലപ്പോഴും ആത്മീയത മാറ്റിവെക്കാറുണ്ട്. എന്നാൽ അള്ളാഹു പുണ്യദിനങ്ങളുടെ മാത്രം നാഥനല്ല. അവൻ നിങ്ങളുടെ ഓരോ ശ്വാസത്തിൻ്റെയും ഓരോ മിനിറ്റിൻ്റെയും എല്ലാ സാധാരണ നിമിഷങ്ങളുടെയും നാഥനാണ്. അവനിലേക്ക് അടുക്കാൻ നിങ്ങൾക്കൊരു വലിയ പ്രയാസമൊന്നും വേണ്ട. ആ നിമിഷത്തിലെ ചെറിയൊരു ആത്മീയ ഉണർവ് മാത്രം മതി. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളെ പ്രവൃത്തി സമയം മാറ്റാതെ തന്നെ ആരാധനയാക്കുന്നത് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആ ശ്വാസം ദിക്റാണ്. മറ്റൊരാളുടെ വിഷമം കുറയ്ക്കാൻ നിങ്ങൾ പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരി സ്വതക്കയാണ്. നിങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ആ പ്രയത്നം ഇബാദത്താണ്. ഒരു പരുഷമായ വാക്ക് പറയാതിരിക്കാൻ നിങ്ങൾ സ്വയം നിയന്ത്രിക്കുമ്പോൾ ആ നിയന്ത്രണം ഒരു സമർപ്പണമാണ്. ഒരു സത്യാന്വേഷി ആത്മീയതയ്ക്കായി കാത്തിരിക്കുകയല്ല ചെയ്യുന്നത്, അവനതിൻ്റെ ഉദ്ദേശ്യത്തിലൂടെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. റൂമി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് എന്തും സ്നേഹത്തോടെ ചെയ്യുക, അല്ലാത്ത പക്ഷം ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ശുദ്ധമാകുമ്പോൾ ലോകം ആ ശുദ്ധി നിങ്ങളിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കും. നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിനായി ചലിക്കുമ്പോൾ വളരെ സാധാരണമായ കാര്യങ്ങളും പ്രകാശപൂരിതമായി മാറും. അള്ളാഹു നിങ്ങളെ അളക്കുന്നത് നിങ്ങളുടെ പൂർണ്ണത നോക്കിയല്ല, നിങ്ങളുടെ ദിശ നോക്കിയാണ്. ആത്മാർത്ഥമായ ഒരൊറ്റ നീയത്തിന് വർഷങ്ങളുടെ അശ്രദ്ധയെ തിരുക്കിയെഴുതാൻ കഴിയും. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ സ്വയം ചോദിക്കുക, ഞാൻ എന്തിനാണിത് ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ഈ നിമിഷത്തെ എനിക്കെങ്ങനെ അവനുമായി ചേർത്ത് നിർത്താം? വലിയൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് ഒരു മിനിറ്റ് സമയം നിങ്ങളുടെ നീയത്തിനെ ഒരു കോമ്പസ് പോലെ കൃത്യമാക്കാൻ മാറ്റിവയ്ക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അൽഹംദുലില്ല, സംസാരിക്കുന്നതിന് മുൻപ് യാ അല്ലാ എൻ്റെ വാക്കുകളെ നേർവഴിയിലാക്കണേ. ജോലിക്ക് മുൻപ് ഇത് നന്മയ്ക്കുള്ളൊരു വഴിയാക്കി മാറ്റണേ. അള്ളാഹുവിനെ ആരാധിക്കാൻ നിങ്ങൾക്കൊരു പുതിയ ജീവിതത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതത്തിനുള്ളിൽ ഒരു പുതിയ നീയത്തുണ്ടാക്കിയാൽ മതി. അലകളുടെ ശാന്തത. ഒരു ചെറിയ തുള്ളി വെള്ളം വളരെ ദുർബലവും നിസ്സാരവുമായി തോന്നാം. എന്നാൽ അത് ഒരേ പാറമേൽ വീണ്ടും വീണ്ടും സ്ഥിരതയോടെ ക്ഷമയോടെ വീണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ആ മലകളെ പോലും തുരന്നുമാറ്റും. അതിൻ്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ആവർത്തനം അഥവാ പേഴ്സിസ്റ്റൻസ് കൊണ്ടാണ്. അതുപോലെ നിങ്ങളുടെ ഹൃദയവും ഈമാനും ആത്മീയ കരുത്തുമെല്ലാം മാറുന്നത് വല്ലപ്പോഴുമുള്ള വലിയ തീവ്രത കൊണ്ടല്ല, മറിച്ച് ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ ആത്മാർത്ഥമായ സമർപ്പണങ്ങളിലൂടെയാണ്. പെട്ടെന്ന് ഫലം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകൾക്ക് പെട്ടെന്ന് സമാധാനം വേണം, പെട്ടെന്ന് മാറ്റം വേണം. ഒരു സ്വിച്ച് ഇട്ടാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറുന്നത് പോലെ പെട്ടെന്നൊരു ആത്മീയ ഉണർവ് വേണം. എന്നാൽ ആത്മാവ് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ തുറക്കുന്ന ഒന്നല്ല. ഹൃദയം ഒരൊറ്റ രാത്രി കൊണ്ട് മൃദുലമാകുന്നതുമില്ല. അള്ളാഹുവുമായുള്ള ബന്ധമെന്നത് ഒരു സ്വിച്ചല്ല, അതൊരു വഴിയാണ്. ഓരോ ചുവടായി, ഓരോ ശ്വാസമായി 1000 തവണ ആവർത്തിക്കുന്ന ചെറിയ ശ്രമങ്ങളിലൂടെ നടക്കുന്ന ഒരു വഴി. നിങ്ങൾക്കൊരു രാത്രി മുഴുവൻ ഉറക്കമിളച്ച് കരഞ്ഞു ദുആ ചെയ്യാം. എന്നാൽ അടുത്ത 10 ദിവസം അത് പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ആത്മീയത വീണ്ടും ദുർബലമാകും. എന്നാൽ നിങ്ങൾ ദിവസവും ശാന്തമായ ഒരു ചെറിയ ദിക്റോ ഒരു ആയത്തോ പൂർണ്ണ സാന്നിധ്യത്തോടെയുള്ള ഒരു സുജൂദോ ചെയ്താൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേരുകൾ നിങ്ങൾ കാണുന്നതിനേക്കാൾ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. ചെറിയൊരു പ്രവൃത്തിയാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യുമ്പോൾ അത് ആത്മാവിൽ പുതിയൊരു വഴി വെട്ടിത്തുറക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തികൾ അത് ചെറുതാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നവയാണ്. വല്ലപ്പോഴുമുള്ള വലിയ ശ്രമങ്ങളേക്കാൾ മൂല്യമുള്ളത് ചെറുതാണെങ്കിലും സ്ഥിരതയുള്ള ശീലങ്ങളാണ്. ആഴ്ചയിലൊരിക്കൽ 10 പേജ് ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് ദിവസവും 1 പേജ് ഓതുന്നതാണ്. ധൃതി കൂട്ടി ഒരുപാട് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് പൂർണ്ണ ശ്രദ്ധയോടെ 2 റക്അത്ത് നിസ്കരിക്കുന്നതാണ്. യാന്ത്രികമായി 1 മണിക്കൂർ ദിക്ർ ചൊല്ലുന്നതിനേക്കാൾ നല്ലത് ഹൃദയമറിഞ്ഞ് 5 മിനിറ്റ് ചൊല്ലുന്നതാണ്. ചില ദിവസങ്ങളിൽ നിങ്ങളുടെ ഹൃദയം വളരെ സജീവമായിരിക്കും, ആരാധനകൾ ഭംഗിയായി ഒഴുകും. എന്നാൽ ചില ദിവസങ്ങളിൽ ആത്മാവ് വരണ്ടതായി തോന്നും, പ്രാർത്ഥനകൾ വലിയ ഭാരമായി തോന്നും. എങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആ ദിവസങ്ങളിലെ നിങ്ങളുടെ ശ്രമങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. കാരണം എളുപ്പമുള്ളപ്പോൾ ആരാധിക്കുന്നത് സ്നേഹമാണ്, എന്നാൽ ബുദ്ധിമുട്ടുള്ളപ്പോഴും ആരാധിക്കുന്നത് വിശ്വസ്തതയാണ്.
റൂമി പറഞ്ഞതുപോലെ പ്രതീക്ഷ കൈവിടരുത്. നിങ്ങളുടെ ഹൃദയം തളരുമ്പോഴാണ് പ്രപഞ്ചനാഥൻ അതിൻ്റെ വാതിലുകൾ തുറക്കുന്നത്. തളർന്നുപോയാലും വഴിതെറ്റിപ്പോയാലും വീണ്ടും വീണ്ടും മടങ്ങിവരുന്ന ആ ശീലമാണ് വിധിയെ മാറ്റുന്നത്. 7. പരമമായ ശീലം, തിരിച്ചുവരവ്. എല്ലാറ്റിനെയും മാറ്റിമറിക്കുന്ന ആ ഒറ്റ ശീലം ഇതാണ്: ദിവസവും അല്ലാഹുവിലേക്ക് മടങ്ങുക. നിങ്ങൾക്ക് വലിയ ആത്മീയ ഉണർവ് തോന്നുമ്പോൾ മാത്രമല്ല, ജീവിതം എളുപ്പമുള്ളപ്പോൾ മാത്രമല്ല, ഹൃദയം തടസ്സപ്പെട്ടതായി തോന്നുമ്പോഴും ഭാരമുള്ളതായി തോന്നുമ്പോഴും ശ്രദ്ധ മാറുമ്പോഴും അകൽച്ച തോന്നുമ്പോഴും പ്രത്യേകിച്ച് അപ്പോഴാണ് മടങ്ങേണ്ടത്. കാരണം അകലമെന്നതൊരു തടസ്സമല്ല, അത് തിരിച്ചു നടക്കേണ്ട ഒരു ദിശ മാത്രമാണ്. അല്ലാഹു നിങ്ങളോട് ഒരിക്കലും പൂർണ്ണനാകാൻ ആവശ്യപ്പെട്ടില്ല. അവൻ ആവശ്യപ്പെട്ടത് വീണ്ടും വീണ്ടും അവനിലേക്ക് മടങ്ങി വരാൻ മാത്രമാണ്. നിങ്ങൾ വീണുപോയേക്കാം, പാപം ചെയ്തേക്കാം, മറന്നുപോയേക്കാം, ദുർബലനായേക്കാം. കാരണം നിങ്ങളൊരു മനുഷ്യനാണ്. എന്നാൽ ഭംഗി ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് മടുപ്പില്ലാതെ കാത്തിരിക്കുന്നവൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നടക്കുന്നതിലാണ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോഴൊക്കെ ഒരു മൂടവൽ നീങ്ങുന്നു, ഒരു ഭാരം കുറയുന്നു, ഒരു വാതിൽ തുറക്കപ്പെടുന്നു, ഒരു മുറിവ് സുഖപ്പെടാൻ തുടങ്ങുന്നു. കാരണം ഹൃദയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവയുടെ ഉറവിടത്തിലേക്ക് മടങ്ങുന്നതുവരെ അസ്വസ്ഥമായിരിക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴാണത് തുടങ്ങുന്നത്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നത് തികച്ചും സാധാരണമായ ഒരു രാത്രിയിലായിരിക്കാം. പുറത്തു ലോകം അതിൻ്റെ പതിവ് ബഹളങ്ങളോടെ അങ്ങനെ തന്നെ ഒഴുകുന്നുമുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റം പതുക്കെ ജീവൻ വെച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ വളരെ പതുക്കെ ഉണരുന്നുണ്ടാകാം. വർഷങ്ങളായി പൊടിപടലങ്ങൾ മൂടിക്കിടന്ന ആ കണ്ണാടിവാതിൽ മെല്ലെ തുറക്കപ്പെടുന്നുണ്ടാകാം. വളരെ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ആത്മാവ് അതിൻ്റെ യഥാർത്ഥ ആഴത്തിൽ ആദ്യമായി ഒരു ശ്വാസം എടുക്കുന്നുണ്ടാകാം. ഒന്നോർത്തു നോക്കൂ, അല്ലാഹുവിലേക്കുള്ള വഴി വലിയ വലിയ ചുവടുകൾ വെച്ച് ഓടിത്തീർക്കേണ്ട ഒന്നല്ല. അത് തികച്ചും ശാന്തമായ ആത്മാർത്ഥമായ ചില മടങ്ങിവരവുകളിലൂടെ മാത്രം കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. നെഞ്ചിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഒറ്റ അസ്തഗ്ഫിറുല്ലാഹ്, ആരും കാണാതെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന ഒരൊറ്റത്തുള്ളി കണ്ണുനീർ, നിശബ്ദമായ ഒരു രാത്രിയിൽ പ്രപഞ്ചനാഥനോട് മാത്രം പറയുന്ന ഒരു കൊച്ചു ദുആ, അല്ലെങ്കിൽ പകർന്ന ഹൃദയത്തോടെയുള്ള ഒരു യാ അല്ലാഹ്, അവനിലേക്ക് മടങ്ങാൻ അതൊക്കെ തന്നെ ധാരാളം. കാരണം അല്ലാഹു ഒരിക്കലും പൂർണ്ണതയുള്ളവരെ അല്ല അന്വേഷിക്കുന്നത്. വീണുപോയിട്ടും വഴിതെറ്റിയിട്ടും വീണ്ടും തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നടക്കുന്ന ആ പാവം ഹൃദയങ്ങളെയാണ് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. മൗലാന റൂമി പാടിയതുപോലെ, നീ എത്ര തവണ നിന്റെ പ്രതിജ്ഞകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിലും, എത്രയേറെ തവണ തകർന്നു പോയിട്ടുണ്ടെങ്കിലും വീണ്ടും മടങ്ങിവരും. കാരണം നമ്മുടേതൊരു നിരാശയുടെ താവളമല്ല. സ്നേഹത്തിൻ്റെ ഈ വാതിൽ ഒരിക്കലും അടയുന്നതുമില്ല. ഇന്നിവിടെ ഈ വീഡിയോ അവസാനിക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ തുടങ്ങിയ ആ മടങ്ങിവരവ് ഒരിക്കലും അവസാനിക്കാൻ പാടില്ല. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നെഞ്ചിൽ കൈവച്ച് പതുക്കെ പറയൂ, യാ അല്ലാഹ്, ഞാൻ വീണ്ടും ഇതാ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നു. ഒരുപക്ഷെ ആ ഇരുട്ടിൽ നിങ്ങൾ പറയുന്ന ആ ഒറ്റ വാക്കായിരിക്കാം നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കാൻ പോകുന്ന ആ വലിയ മാറ്റത്തിൻ്റെ തുടക്കം. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ പ്രണയാർദ്രവും മൃദുലവുമാക്കട്ടെ. നമ്മുടെ ആത്മാറിൽ സത്യത്തിൻ്റെ വെളിച്ചം നിറക്കട്ടെ. നമ്മുടെ ഓരോ ശ്വാസത്തെയും ചുവടിനെയും അവനിലേക്കുള്ള മനോഹരമായ മടങ്ങിവരവാക്കി മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.